വിഴിഞ്ഞം തുറമുഖ ഓഹരി വിൽപ്പനയിൽ കോൺഗ്രസിലും യു.ഡി.എഫിലും കടുത്ത അതൃപ്തി. യു.ഡി.എഫ് സർക്കാരിന്റെ 50 ദിവസത്തെ പ്രവർത്തനങ്ങൾ പാർട്ടി സമഗ്രമായി പരിശോധിക്കണമെന്ന അഭിപ്രായത്തിലാണ് ഭൂരിപക്ഷ നേതാക്കളും. അടിയന്തര കെ.പി.സി.സി യോഗം വിളിക്കണമെന്ന് ഗ്രൂപ്പിന് അതീതമായി നേതാക്കൾ ആവശ്യപ്പെടുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അദാനിയുടെ ഓഹരി കച്ചവടത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് പാർട്ടിയിലും മുന്നണിയിലും ഉയരുന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി പറയാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശന് കഴിയുന്നുമില്ല. എ.ഐ.സി.സി നേതൃത്വമടക്കം ഇക്കാര്യത്തിൽ പരസ്യമായ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു. കെ.പി.സി.സി സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായി കെ.പി.സി.സി യോഗം വിളിക്കണമെന്ന ആവശ്യം കത്തായി നൽകിയിട്ടുമുണ്ട്. തുറമുഖം, ധനകാര്യം, നിയമം എന്നീ വകുപ്പുകളെല്ലാം മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ തീരുമാനങ്ങളും ഒരു കേന്ദ്രത്തിൽ നിന്ന്. മുഖ്യമന്ത്രിയുടെ മംഗലാപുരത്തെ രഹസ്യയാത്ര മുതൽ എല്ലാം ദുരൂഹമായി തുടരുന്നു. അദാനി സർക്കാരിനെ അറിയിക്കാതെ എം.എസ്.സി കമ്പനിയുമായി ഒപ്പിടുമോ? മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ മറുപടി കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും വിശ്വസിക്കുന്നില്ല. സർ, ഇത് സംബന്ധിച്ച വാർത്തകൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പക്ഷേ സർക്കാരിനോട് ഇതിനുള്ള അനുമതി തേടിയിട്ടില്ല. സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം, ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം. അങ്ങനെ അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് അവർ വന്നിട്ടില്ല. വിഷയത്തിൽ കോൺഗ്രസിലും യു.ഡി.എഫിലും കടുത്ത അതൃപ്തി പുകയുകയാണ്. വിഴിഞ്ഞം ഓഹരി വിൽപ്പന, മദ്യത്തിന്റെ നികുതി ഇളവ്, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനം, കരിമണൽ ഖനനം, PM-ശ്രീ തുടങ്ങിയ വിഷയങ്ങൾ പാർട്ടിയിൽ ചർച്ച ചെയ്യണമെന്നാണ് നേതാക്കൾ ആവശ്യപ്പെടുന്നത്. നയപരമായ കാര്യങ്ങൾ പാർട്ടിയിൽ തീരുമാനിക്കാതെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഏകപക്ഷീയമായ നിലപാട് എടുക്കുന്നുവെന്നും ഭൂരിപക്ഷ നേതാക്കളും അഭിപ്രായപ്പെടുന്നു. അതിനാൽ വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അടിയന്തര കെ.പി.സി.സി യോഗം ചേരുമെന്നാണ് സൂചനകൾ. അടുത്തയാഴ്ച തന്നെ യോഗം വിളിക്കാനാണ് ആലോചന. സർക്കാർ പാർട്ടി സമവായത്തിനായി ഉപസമിതി രൂപീകരിക്കുന്ന കാര്യവും യോഗത്തിൽ ചർച്ചയാകും. പക്ഷേ ഇക്കാര്യത്തിലെല്ലാം മുഖ്യമന്ത്രിയുടെ നിലപാടും ഹൈക്കമാൻഡ് നിലപാടുമാണ് ഇനി നിർണായകമാകുക. നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.